നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് NDA. പ്രചരണത്തിന് ആരംഭം കുറിച്ചത് കല്ലിപ്പാടം ആറാണിയിൽ ചുമരെഴുത്തുക്കളോടെ. ബൂത്ത് കമ്മിറ്റി രൂപീകരണവും സംഘടനാ തലത്തിലുള്ള സംവിധാനങ്ങളും പൂർത്തിയായി. മത്സരിക്കാനുള്ള ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയതായും NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും P. വേണുഗോപാൽ. മത്സരത്തിൽ കോൺഗ്രസ് അപ്രസക്തമാണെന്നും NDAയും LDFും തമ്മിലാണ് മത്സരമെന്നും നേതാക്കൾ. അമ്പലങ്ങളെയും വിശ്വാസ കേന്ദ്രങ്ങളെയും കൊള്ളയ്ക്കായി ഉപയോഗിക്കുന്ന CPM ശൈലി അവസാനിപ്പിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ശബരിമല കൊള്ള വിശ്വാസികൾക്ക് ഉണ്ടാക്കിയ മുറിവ് വലുതാണെന്നും ഇതിനു പിന്നാലെയാണ് അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള കൊള്ളയെന്നും വേണുഗോപാൽ. വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നയമാണ് കേരളത്തിൽ തുടരുന്നതെന്നും കേരളത്തിലെ സാംസ്കാരികതയ്ക്ക് ജീർണത സംഭവിച്ചതായും AICC ജനറൽ സെക്രട്ടറി. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക AICC ആണെന്നും വേണുഗോപാൽ. തൃശൂർ പൂരം കലക്കൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ വിശ്വസിക്കുന്നില്ലെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. പൂരം കലക്കാൻ ദേവസ്വത്തിലെ ചില വ്യക്തികൾ ശ്രമിച്ചതായും ഒന്നാം പ്രതി ആകേണ്ടത് അന്നത്തെ ജില്ലാ കളക്ടറാണെന്നും സുനിൽകുമാർ. പൂരം കലക്കിയതിൻ്റെ ഫലം ആർക്കാണ് ലഭിച്ചതെന്ന് ആലോചിച്ചാൽ മനസ്സിലാകുമെന്നും RSSനും BJPക്കും ഇതിൽ പങ്കുണ്ടെന്നും മുൻമന്ത്രി. പൂരം കലക്കൽ ഉണ്ടായത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമെന്നും ദേവസ്വത്തെ കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയവർ തന്നെ നിയമത്തെ അട്ടിമറിച്ചതിന്റെ ഫലമാണ് ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഇന്നും ഭൂമി ലഭിക്കാതിരിക്കാൻ കാരണമെന്ന് SC/ST സംരക്ഷണ മുന്നണി ജനറൽ സെക്രട്ടറി K. മായാണ്ടി. 1970 മുതൽ 1979 വരെയാണ് പട്ടയങ്ങളിൽ തീരുമാനമുണ്ടായതെന്നും അനർഹമായ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും K. മായാണ്ടി. ദളിത് പിന്നോക്ക വിഭാഗക്കാർക്ക് അർഹതപ്പെട്ട ഭൂമി ലഭിക്കാൻ രണ്ടാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരണമെന്നും SC/ST ജനറൽ സെക്രട്ടറി. തൃശൂർ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശി 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. യുവാവിനെ പോലീസ് പിടികൂടി തിരികെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ എത്തിച്ചു. നഗരിപ്പുറം പത്തിരിപ്പാല ബൈപ്പാസ് റോഡിന് 3 കോടി ബജറ്റിൽ. K. ശാന്തകുമാരി MLAക്ക് അഭിനന്ദനങ്ങളുമായി നാട്ടുകാർ. നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് പ്രദേശവാസികൾ. എന്നാൽ പദ്ധതി കടലാസിൽ ഒതുങ്ങരുതെന്നും പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്നും നാട്ടുകാർ. മഹാശിവരാത്രി ആഘോഷങ്ങൾക്കായി ശിവക്ഷേത്രങ്ങൾ ഒരുങ്ങി. ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് NDA. കല്ലിപ്പാടം ആറാണിയിൽ ചുമരെഴുത്തുകൾ നടത്തിയാണ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും NDAയും LDFും തമ്മിലാണ് മത്സരമെന്നും P. വേണുഗോപാൽ പറഞ്ഞു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ ബൂത്ത് കമ്മിറ്റി രൂപീകരണവും സംഘടനാ തലത്തിലുള്ള സംവിധാനങ്ങളും പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ശനിയാഴ്ച രാവിലെ കല്ലിപ്പാടം ആറാണിയിൽ ചുമരെഴുത്ത് നടത്തിക്കൊണ്ടാണ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ ചുമരെഴുത്ത് നടത്തി ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഈ ജില്ലയിൽ വലിയൊരു മുന്നേറ്റം, നിരവധി സീറ്റുകൾ ഭാരതീയ ജനതാ പാർട്ടി പ്രാവശ്യം LDFിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള തീരുമാനത്തിനും തയ്യാറെടുപ്പിലുമാണ്. ജനങ്ങൾ അതിനുവേണ്ടി തയ്യാറായിട്ടുണ്ട്. ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഈ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതി അതവർക്ക് മനസ്സിലായി. നാടിൻ്റെ വികസിത കേരളം എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കാൻ NDAയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കേണ്ട അത്യാവശ്യമാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. മത്സരിക്കുന്നതിന്റെ ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ടെന്നും BJPക്ക് അനുകൂലമായ സാഹചര്യമാണ് ഉള്ളതെന്നും NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും P. വേണുഗോപാൽ പറഞ്ഞു. മത്സരത്തിൽ കോൺഗ്രസ് അപ്രസക്തമാണ്. NDAയും LDFും തമ്മിലാണ് മത്സരമെന്നും P. വേണുഗോപാൽ പറഞ്ഞു. BJPക്ക് വളരെ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ തന്നെയാണ് ഒറ്റപ്പാലം, ഷൊർണൂർ പോലുള്ള മണ്ഡലങ്ങൾ. നേരത്തെ ചോദിച്ചതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയും ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും വാണിയംകുളം പഞ്ചായത്ത് അടക്കമുള്ള സ്ഥലങ്ങൾ നിർഭാഗ്യം കൊണ്ട് മാത്രമാണ് ഭരണങ്ങൾ. ശക്തമായുള്ള പ്രതിപക്ഷം. ഇവിടെ മത്സരം നടക്കുന്നത് BJPയും അല്ലെങ്കിൽ NDAയും CPMും തമ്മിലാണ്. BJPയും CPMും തമ്മിലാണ്. ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അപ്രസക്തം. P. വേണുഗോപാലിന് പുറമെ
നിയോജകമണ്ഡലം പ്രസിഡന്റ് ആർ രഞ്ജിത്ത്, മറ്റു പ്രാദേശിക നേതാക്കളായ കെ പ്രസാദ്, എ ഗോപകുമാർ, പി ജയരാജ്, കെ ടി രവിദാസ്, രാജീവ്, ചന്ദ്രൻ കല്ലിപ്പാടം, വിജയൻ കല്ലിപ്പാടം, സതീഷ്, ബാബുദാസ് എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. അമ്പലങ്ങളെയും വിശ്വാസ കേന്ദ്രങ്ങളെയും കൊള്ളയ്ക്കായി ഉപയോഗിക്കുന്ന CPM ശൈലി അവസാനിപ്പിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ശബരിമല കൊള്ള വിശ്വാസികൾക്ക് ഉണ്ടാക്കിയ മുറിവ് വലുതാണെന്നും ഇതിന് പിന്നാലെയാണ് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലുള്ള കൊള്ളയെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നയമാണ് കേരളത്തിൽ തുടരുന്നതെന്നും കേരളത്തിലെ സാംസ്കാരികതയ്ക്ക് ജീർണത സംഭവിച്ചതായും വേണുഗോപാൽ പാലക്കാട്ട് പറഞ്ഞു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് ദേവസ്വം ബോർഡാണ് ഓഡിറ്ററെ നിയമിച്ചത്. ദേവസ്വം ബോർഡ് നിയോഗിച്ച ഓഡിറ്റർ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന കൊള്ള പുറത്തു വന്നത്. അയ്യപ്പ സംഗമം കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൊള്ളയാണ്. അയ്യപ്പൻ്റെ പേരിൽ നടത്താത്ത ഭജന നടത്തി കള്ളക്കണക്കുണ്ടാക്കിയിട്ടും മറച്ചുവെക്കാൻ ശ്രമിക്കുകയാണ്. അയ്യപ്പൻ്റെ പേരിൽ കൊള്ള നടത്തിയവർ മറുപടി പറയാതെ രക്ഷപ്പെടില്ല. സാധാരണക്കാരായ കരാറുകാരെ മൂലക്കിരുത്തി മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ശബരിമലയിൽ ഊരാളുങ്കിന് കരാർ നൽകിയത്. ഭക്തർ കാണിക്കേട്ട പണമാണ് കൊള്ളയടിച്ചത്. സത്യത്തിൽ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള വേദനയും ഇതൊന്നും അസ്തമിക്കുന്നതിന് മുമ്പേ ആകെ കൊള്ളക്ക് വെള്ളപൂശാൻ നടത്തിയിട്ടുള്ള അയ്യപ്പ സംഗമം അതിനേക്കാൾ വലിയ കൊള്ളയായിട്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനങ്ങൾ, പാവപ്പെട്ട ഭക്തജനങ്ങൾ അവർ കാണിക്കേട്ട പണമാണ് ശബരിമലയിലെ പണം. ആ പണമെടുത്ത് തട്ടിക്കൊണ്ടുപോയി കൊള്ള നടത്തുകയല്ല വേണ്ടത്. അങ്ങനെ നടത്തിയ ആൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ കോടതിയടക്കം മുന്നോട്ട് വരുമ്പോൾ കോടതിയെപ്പോലും അപഹസിക്കുകയല്ല വേണ്ടത്. ഇവർ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ആർക്കും പറ്റാത്ത വണ്ണം അവരുടെ തെറ്റുകൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഊരാളുങ്കലിന് എന്താണ് ശബരിമലയിൽ കാര്യം? പാലം പണിയുന്നിടത്ത് കാണാം, റോഡുണ്ടാക്കുന്നിടത്ത് കാണാം. അവരില്ലാതെ ഒന്നും നടക്കില്ല. പാവപ്പെട്ട മറ്റു കോൺട്രാക്ടർമാരെല്ലാം വീട്ടിലിരിക്കുകയാണ്. അവർക്ക് ആർക്കും ജോലിയില്ല. അവരുടെ എല്ലാം കോൺട്രാക്ട് ഒറ്റ കോൺട്രാക്ടർ ഊരാളുങ്കൽ. ഇവർക്ക് ശബരിമലയിലും ഇവർക്ക് എന്താ കാര്യം? വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നയമാണ് കേരളത്തിൽ തുടരുന്നത്. അതാണ് ചലച്ചിത്ര അക്കാദമിയും സച്ചിദാനന്ദനുമായി ബന്ധപ്പെട്ട് പ്രേംകുമാർ നടത്തിയത്. കേരളത്തിൽ സാംസ്കാരിക ജീർണത സംഭവിച്ചതായും വേണുഗോപാൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയവർ തന്നെ നിയമത്തെ അട്ടിമറിച്ചതിൻ്റെ ഫലമാണ് ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഇന്നും ഭൂമി ലഭിക്കാതിരിക്കാൻ കാരണമായതെന്ന് SC/ST സംരക്ഷണ മുന്നണി ജനറൽ സെക്രട്ടറി കെ മായാണ്ടി. 1970 മുതൽ 1979 വരെയാണ് കേരളത്തിൽ പട്ടയങ്ങളിൽ തീരുമാനമുണ്ടായതെന്നും അനർഹരായ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും മായാണ്ടി പറഞ്ഞു. ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അർഹതപ്പെട്ട ഭൂമി ലഭിക്കാൻ രണ്ടാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരണമെന്നും മായാണ്ടി പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 10,000-കണക്കിന് കുടുംബങ്ങൾ ഇവിടെ നിന്നുള്ള യാഥാർത്ഥ്യമാണ്. വൻകിട കോർപ്പറേറ്റുകൾക്ക് പല വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഭൂമിയൊന്നും കാലാവധി കഴിഞ്ഞാലോ വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടാലോ തിരിച്ചു വാങ്ങുന്ന നയം നമ്മുടെ ഗവൺമെന്റിനില്ല. പാട്ട വ്യവസ്ഥയിൽ തോട്ടം ഭൂമി യഥാർത്ഥമായി നൽകിയിട്ടുണ്ടെങ്കിലും പാട്ടക്കുടിശ്ശിക യഥാസമയം പിരിച്ചെടുക്കുവാനോ പാട്ട കാലാവധി കഴിഞ്ഞ തോട്ടം ഭൂമി സർക്കാർ നിയമത്തിൽ കൊണ്ടുവരാനോ ശ്രമിക്കുന്നില്ല. മാത്രമല്ല, അത്തരത്തിലുള്ള ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് മറിച്ച് വിൽക്കുമ്പോൾ പോലും ഗവൺമെന്റ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു. ഭൂപരിഷ്കരണ നിയമത്തിലെ ചുക്കാൻ പിടിച്ച അവർ തന്നെ ഭൂപരിഷ്കരണ നിയമം അട്ടിമറിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് അടിസ്ഥാന തൊഴിലാളി വർഗങ്ങളായ പട്ടികവർഗങ്ങൾക്ക് ഭൂമിയിട്ടാണ് പോയത്. അതായി നിയമം കൊണ്ടുവരാൻ ശ്രമിച്ച നഗരിപ്പുറം പത്തിരിപ്പാല ബൈപ്പാസ് റോഡിന് 3 കോടി ബജറ്റിൽ അനുവദിച്ചതിൽ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLAക്ക് അഭിനന്ദനങ്ങളുമായി നാട്ടുകാർ. ഇതോടെ നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് പൂ അണിയുന്നതെന്ന് പ്രദേശവാസികളും പറഞ്ഞു. എന്നാൽ പദ്ധതി കടലാസിൽ മാത്രം ഒതുങ്ങരുതെന്നും പ്രവൃത്തികൾ ഉടൻ തന്നെ ആരംഭിക്കണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിച്ചു. മുൻ MLA KV വിജയദാസ് ഉൾപ്പെട്ടവർ അന്ന് പരിശ്രമിച്ചിരുന്നതാണ്. തുറന്നു വന്ന MLA ശാന്തകുമാരിയാണ് തുടർ നടപടികൾ ഏറ്റെടുത്തത്. 3 കോടി രൂപ ബജറ്റിൽ ഉൾപ്പെടുത്തിയതോടെ ബൈപ്പാസ് റോഡിനുള്ള തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. കനാലിൻ്റെ മുകളിലൂടെ റോഡ് നിർമ്മിച്ചായിരിക്കും ബൈപ്പാസ് നിർമ്മാണം പൂർത്തിയായാൽ ടൗണിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാകും. അഭിനന്ദിക്കുന്നതോടൊപ്പം എത്രയും വേഗം പ്രവർത്തികൾ തുടങ്ങണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പദ്ധതി കടലാസിൽ ഒതുങ്ങരുതെന്നും ജാവലിൻ കടവ് മേൽപ്പാലം പോലെയാകരുതെന്നും നാട്ടുകാർ പറയുന്നു. പത്തിരിപ്പാല ഹൈവേയിൽ നിന്നും മണ്ണൂർ ഭാഗത്തേക്ക് ബൈപ്പാസ് റോഡ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ 3 കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ്. അത് എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.
ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ പത്രിപ്പാലയുടെ പുരോഗതിക്ക് ഏറ്റവും നന്നായി പ്രവർത്തിച്ച വിജയദാസ് MLA ഈ സമയത്ത് ഞാൻ ഒന്ന് അനുസ്മരിക്കുകയാണ്. കാരണം ഈ പത്തിരിപ്പാല ഗവൺമെൻറ് ഹൈസ്കൂളിന് ഒരു കോളേജ് ആയിട്ട് വന്ന് ഉയർത്തിയത് അദ്ദേഹമാണ്. അദ്ദേഹം ഒരിക്കലും സ്മരിക്കില്ല. അതുപോലെ ശാന്തകുമാരി MLA പറയാനുള്ളത് ഇത് ഏറ്റവും നല്ല രീതിയിൽ എത്രയും വേഗത്തിൽ ഇതിൽ ഒരു പൈസ പോലും ചോരാതെ ഏറ്റവും നല്ല രീതിയിൽ എത്രയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കണമെന്നാണ് പറയാനുള്ളത്. ഇതുപോലെ മുമ്പ് ബഡ്ജറ്റിൽ പല തവണ വകയിരുത്തിയതാണ് പെരുങ്ങോട്ടുകുറിശ്ശിയിലേക്കുള്ള ഒരു പത്തിരിപ്പാലയിൽ നിന്ന് പെരുങ്ങോട്ടുകുറിശ്ശിയിലേക്കുള്ള ഒരു മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലം. അത് യാഥാർത്ഥ്യമാകാതെ പോയത് നമ്മൾ ഓർമ്മിക്കുകയാണ്. അത് മുൻ മന്ത്രി ബാലൻ അവர்களுം അതുപോലെ തന്നെ ഒറ്റപ്പാലം MLA ഹംസയും ഒക്കെ ഒരുപാട് ശ്രമിച്ചതാണ്. എന്തോ കാര്യങ്ങൾ കൊണ്ട് നിസ്സാരിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ കൊണ്ട് അത് തടസ്സപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനും കൂടെ യാഥാർത്ഥ്യമാക്കണം എന്നാണ് ഈ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശിയായ യുവാവ് 3 പേരെ കുത്തി പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. യുവാവിനെ പോലീസ് പിടികൂടി തിരികെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ എത്തിച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. യുവാവ് ആദ്യം തൃശൂർ കാമത്ത് ലൈനിലെ ഹോസ്റ്റൽ ഉടമയായ 66 വയസ്സുള്ള മുരളിയെയാണ് കുത്തിയത്. ശേഷം റോഡിലൂടെ നടന്നുപോയ ഇയാൾ മറ്റു 2 പേരെയും കുത്തുകയായിരുന്നു. പരിക്കേറ്റ മുരളിയെ തൃശൂർ അശ്വിനി ആശുപത്രിയിലും മറ്റു 2 പേരെ തൃശൂർ ജൂബിലി ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. മുരളിക്ക് വയറിനാണ് കുത്തേറ്റത്. യുവാവിനെ പോലീസ് പിടികൂടി തിരികെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ പൂരം കലക്കൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ വിശ്വസിക്കുന്നില്ലെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. പൂരം കലക്കാൻ ദേവസ്വത്തിലെ ചില വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ടെന്നും 1-ാം പ്രതി ആകേണ്ടത് അന്നത്തെ ജില്ലാ കളക്ടറാണെന്നും അദ്ദേഹം പറഞ്ഞു. പൂരം കലക്കിയതിൻ്റെ ഫലം ആർക്കാണ് കിട്ടിയതെന്ന് ആലോചിച്ചാൽ മനസ്സിലാകുമെന്നും ഇതിന് പിന്നിൽ RSSനും BJPക്കാർക്കും പങ്കുണ്ടെന്നും VS സുനിൽകുമാർ തൃശൂരിൽ പറഞ്ഞു. തിരുവമ്പാടി ദേവസ്വത്തെ ഇതിനകത്ത് പ്രതി ചേർക്കുന്ന രീതിയിലുള്ള നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഒരു ദേവസ്വം പൂരം അലങ്കോലപ്പെടുത്തും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല. പക്ഷെ ആ ദേവസ്വത്തിനകത്തുള്ള ചില വ്യക്തികൾ, അതിൽ ആരൊക്കെയാണ് പങ്കാളികളായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പുറത്തു വരേണ്ടത്. ആ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഇതിന്റെ ഈ പൂരം അലങ്കോലപ്പെടുത്തുന്നതിലൂടെ അതിന്റെ രാഷ്ട്രീയമായ ലാഭം കൊയ്തിട്ടുള്ള ആ പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഈ പൂരം കലക്കലിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. അവർക്ക് സഹായകമായ നിലപാടുകൾ ഈ ദേവസ്വത്തിന് ചില ആളുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് അന്ന് ഈ പൂരം നടത്തിപ്പിന്റെ കാലത്തും പൂരം നടത്തിപ്പിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിന്, ജില്ലാ കലക്ടർക്കാണ്. അന്ന് കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളത് കൊണ്ട് മന്ത്രിമാർക്കോ അല്ലെങ്കിൽ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനോ അത്തരം കാര്യം ഇടപെടാനുള്ള വളരെ വ്യക്തമായ പരിമിതി ഉള്ള സാഹചര്യത്തിൽ അന്ന് ജില്ലാ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ജില്ലാ കലക്ടർ ഈ സംഭവം നടക്കുമ്പോൾ അയാളുടെ പൂർണ്ണ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. പൂരം കലക്കലുണ്ടായത് പോലീസിന്റെ തെറ്റായ പെരുമാറ്റം മൂലമെന്നും ദേവസ്വത്തെ കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ പ്രതികരിച്ചു. ഇതിൽ ദുഃഖമുണ്ട്. പൂരം ഭംഗിയായി നടത്തണമെന്ന് മാത്രമാണ് ദേവസ്വത്തിന്റെ ലക്ഷ്യമെന്നും കൂടുതൽ പ്രതികരിക്കാനില്ലെന്നും മാധ്യമങ്ങളോട് അദ്ദേഹം തൃശ്ശൂരിൽ വെച്ച് പറഞ്ഞു. അതായത് ഞങ്ങൾ ഈ ദൃശ്യമാധ്യമത്തിലൂടെയും പത്രമാധ്യമത്തിലൂടെയാണ് ഇത് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വിവരവും ഞങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല. പക്ഷേ തൃശ്ശൂർ പൂരം എന്നുള്ളത് വർഷങ്ങളായിട്ട് 100, 150, 200 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് തിരുവമ്പാടി ദേവസ്വവും പാറമേക്കാവ് ദേവസ്വവും ഘടകപൂരങ്ങളാണ് നടത്തുന്നത്. അത് പോലീസ് ഈ കഴിഞ്ഞ 2024 ആ എന്താ പറയുക തെറ്റായൊരു കീഴ്വഴക്കമാണ്. അത് പോലീസിൻ്റെ ആ തെറ്റായ ഒരു എന്താ പറയുക പെരുമാറ്റം മൂലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായത്. അത് പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട് തിരുവമ്പാടി ദേവസ്വത്തിന് കരിവാരി തേക്കുന്ന തരത്തിലേക്ക് പോയതിൽ ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതിൽ എന്താ പറയുക ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും തൃശ്ശൂർ പൂരം ഞങ്ങൾ ഭംഗിയായി നടക്കും. ലക്കിടി റെയിൽവേ സ്റ്റേഷന് സമീപം റെയിൽവേ ഓവർബ്രിഡ്ജും ലക്കിടി കൂട്ടുപാത ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നലും സ്ഥാപിക്കണമെന്ന് ലക്കിടി കിള്ളിക്കുറിശിമംഗലം റെസിഡൻസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ആവശ്യമുന്നയിച്ച് 2023 നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് ഹർജി നൽകിയതായും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലക്കിടി കൂട്ടുപാത ജംഗ്ഷനിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണമെന്ന കാര്യമുന്നയിച്ച്
2026 മുതൽ ലക്കിടി പേരൂർ പഞ്ചായത്ത് MLA PWD എന്നിവർ അടക്കമുള്ള അധികാരികളെ സമീപിച്ചിരുന്നതായും 2023 ഡിസംബറിൽ നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് ഹർജി നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. ലക്കിടി കൂട്ടുപാതയിൽ അപകട സാധ്യത കൂടുതലാണെന്നും കഴിഞ്ഞ മാസങ്ങളിൽ 15 അപകടങ്ങൾ ഉണ്ടായതായും അതിൽ 3 പേർ മരണപ്പെടുകയും 12 പേർക്ക് 80% പരിക്ക് പറ്റിയതായും ഭാരവാഹികൾ പറയുന്നു. ലക്കിടി റെയിൽവേ സ്റ്റേഷന് സമീപം ഓവർബ്രിഡ്ജ് വേണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച നിവേദനം ബന്ധപ്പെട്ട അധികാരികൾക്ക് നൽകിയിട്ട് നാളുകളേറെയായെന്നും എന്നാൽ ഇതുവരെ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഡെമോക്രാറ്റിക് ഇതില് ജനങ്ങളുടെ ആവശ്യങ്ങൾ തീരെ അത് പകവക്കാരെയുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. ഈ സിഗ്നലിന്റെ കാര്യം വളരെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചെറിയൊരു കാര്യമാണ്. അത് എത്രയോ പേര് മരിച്ചിട്ടുണ്ട്. നമ്മളുടെ ഈയിടെ വന്ന ന്യൂസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ ഈ ഭാഗത്ത് ഏകദേശം ഒരു 15 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 3 പേരും മരണം അടഞ്ഞിട്ടുണ്ട്. അതായത് ഏകദേശം 20% ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട്, 80% സീരിയസ് ആയിട്ട് പരിക്കുകളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളുടെ അസോസിയേഷൻ എല്ലാ സ്ഥലങ്ങളിലും റെപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ഒരു 2023 നവകേരള നമ്മളവിടെ പേഴ്സണലായിട്ട് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിൽ പോയിട്ട് ഞങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡിപ്പാർട്ട്മെന്റ് വഴി ഡോക്കറ്റ് എല്ലാം ചെയ്ത് അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാട് AXE അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PWDയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങൾ അവിടെ പോയി ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിന് വലിയൊരു നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് നമ്മളുടെ FIR-അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ കൺസിഡർ ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ FIR അല്ലല്ലോ ഇമ്പോർട്ടന്റ്. ഇപ്പോൾ കൂട്ടുപാത ജംഗ്ഷനിൽ ഒരാൾ മരിച്ചു, മറ്റേ ദിക്കിൽ 10 പേര് മരിച്ചു, എന്നിട്ട് ഈ ഒരാൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കാൻ പറ്റില്ല. പ്രസിഡന്റ് അഡ്വക്കേറ്റ് NV കേശവൻ, സെക്രട്ടറി T മോഹൻദാസ് നായർ, ജോയിന്റ് സെക്രട്ടറി ശ്രീജ V വാരസ്യർ, എക്സിക്യൂട്ടീവ് മെമ്പർ E ഹരിദാസ്, എക്സിക്യൂട്ടീവ് മെമ്പർ PV സുജിത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെൻഷൻകാരുടെ ആശങ്ക അകറ്റി ഈ സർക്കാർ പരമാവധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ടെന്ന് K ബാബു MLA. KSSPU കൊല്ലങ്കോട് ബ്ലോക്ക് 34ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. 80 വയസ്സും 90, 95 വയസ്സ് കഴിഞ്ഞ് സർവീസ് കാലാവധിയിൽ 35 വർഷത്തെ സേവനമാണെങ്കിൽ പെൻഷൻ വാങ്ങുന്നതിൽ 40 വർഷത്തെ പെൻഷൻ വാങ്ങുന്നവരായി അല്ലേ? 56, 40, 96 വലിയ കുഴപ്പമൊന്നുമല്ല. ആ നിലയിലേക്കാണ്. പണ്ട് 50 കഴിഞ്ഞ ആളുണ്ടാവില്ല. അതാണ്. പക്ഷേ ഈ രീതിയിലേക്ക് എടുത്ത് പരിശോധിക്കുമ്പോൾ അന്ന് സർവീസ് മേഖലയിൽ തൊഴിലെടുക്കുന്ന ജീവനക്കാർ എന്ന നിലയിൽ അത് പാർട്ട് ടൈം സ്വീപ്പർ മുതൽ വലിയ ഓഫീസർമാർ വരെയുള്ള തസ്തികകളിൽ തൊഴിലെടുക്കുന്നവർക്ക് അവരുടെ തൊഴിൽ മേഖലയെക്കുറിച്ചൊരു വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല. അവർ വാങ്ങുന്ന ശമ്പളത്തെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള പ്രയാസവും തോന്നിയില്ല. അതുമാത്രമല്ല, അവർ പെൻഷനായി കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ രീതിയിൽ അവർക്ക് ആ പെൻഷൻ കേന്ദ്രം സംസ്ഥാനങ്ങളെ വിരിഞ്ഞുമുറുക്കിയിട്ടും സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണവും നാടിന്റെ വികസനവും യാതൊരു മുടക്കവും വരുത്തിയിട്ടില്ലെന്നും നെന്മാറ MLA K ബാബു അഭിപ്രായപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് A രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് CS സുകുമാരൻ മാസ്റ്റർ സംഘടനാ കാര്യങ്ങൾ വിവരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് T കുഞ്ചു, ബ്ലോക്ക് സെക്രട്ടറി K കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി EV വിജയൻ, K രാമൻ, M കലാധരൻ, K വിജയൻ, P രാജേശ്വരി ടീച്ചർ, M രാജ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികളെ ആദരിച്ചു. നെടുങ്കോട്ടൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ വെച്ചായിരുന്നു ആദരിക്കൽ ചടങ്ങ്. സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷന്റെ ഷൊർണൂർ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഷൊർണൂർ നഗരസഭ 32ാം വാർഡ് കൗൺസിലറും നഗരസഭാ ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് P നിർമ്മല, 31ാം വാർഡ് കൗൺസിലർ M രജിത, 29ാം വാർഡ് കൗൺസിലർ VC സിന്ധു, 27ാം വാർഡ് കൗൺസിലർ ബേബി ഗിരിജ, 26ാം വാർഡ് കൗൺസിലർ K നാരായണൻ, 25ാം വാർഡ് കൗൺസിലർ T ലത, 23ാം വാർഡ് കൗൺസിലർ PR ഷീജ, 22ാം വാർഡ് കൗൺസിലർ CA മുഹമ്മദ് ആഷിഖ് എന്നിവരെയാണ് ചടങ്ങിൽ പൊന്നാടയണിച്ച് ആദരിച്ചത്. തുടർന്ന് ചെയർപേഴ്സൺ അടക്കമുള്ളവർ മറുപടി പ്രസംഗം നടത്തി.
കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോവുകയുള്ളൂ. ഇതിന് മഞ്ഞക്കാട് SNDP ഹാളിൽ വെച്ച് സീനിയർ സിറ്റിസന്റെ ഒരു ആദരവ് ഏറ്റുവാങ്ങുകയുണ്ടായി. ആ അവസരത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ്, ഈ വർഷമെങ്കിലും ഒരു പകൽ വീടെങ്കിലും യാഥാർത്ഥ്യമാക്കണം എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ട്. പൊള്ളയായ വാഗ്ദാനങ്ങളൊന്നും ഞങ്ങൾ നൽകില്ല. ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. കാരണം എല്ലാവരും നമ്മുടെ ഈ ഒരു അവസ്ഥയിൽ എത്തിപ്പെടേണ്ടവരാണ്. അല്ലാതെ ഇന്ന് ഇരിക്കുന്ന വയസ്സായവർ മാത്രമല്ല വയസ്സായവര്. നാളെ ഓരോരുത്തരും നാളെ വയസ്സാവേണ്ട ആളുകൾ തന്നെയാണ്. വയസ്സായി നമുക്ക് സ്വന്തം നിലയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ മാനസികമായും ശാരീരികമായും നമ്മുടെ മനസ്സ് തളർന്നു പോകുന്ന ഒരവസരമാണുള്ളത്. ഇത്ര കാലം ചെറുപ്പം മുതൽ നമ്മുടെ ഈ ഒരു ഏജ് വരെ കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്തതിന് ശേഷം ഒന്നുമല്ലാത്ത ഒരവസ്ഥ, നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്ന ഒരവസ്ഥയിൽ നമ്മളെ വീട്ടുകാർ പുച്ഛിച്ച് തള്ളുകയും അതുപോലെ തന്നെ പല മക്കളും നോക്കുന്നില്ല, എല്ലാവരും ഒന്നടക്കം പറയുന്നില്ല. ചില മക്കളൊക്കെ നല്ല രീതിയിൽ അവരുടെ പാരന്റ്സിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. നെടുങ്ങോട്ടൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ നടന്ന ചടങ്ങിൽ അസോസിയേഷൻ മേഖലാ പ്രസിഡന്റ് MK രാമേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതവും പറഞ്ഞു. E സുജീന്ദ്രൻ, MC രമേശ്, K ലക്ഷ്മിക്കുട്ടി, MS ശാന്ത, T ചന്ദ്രശേഖരൻ, P പത്മജ, CP ജോൺ, KR മോഹൻദാസ്, NR സതീന്ദ്രൻ, E സുജീന്ദ്രൻ, K ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. N ലോഹിതാക്ഷൻ വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടിക്കുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. അസോസിയേഷന്റെ സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം K കുമാരിയും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോങ്ങാട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോങ്ങാട് പഞ്ചായത്തിലെ ജനപ്രതിനിധികളെ ആദരിച്ചു. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് K സുന്ദരരാജൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി AK ദാസ് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാക്കളിൽ നിന്ന് ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S സൂര്യ, വാർഡ് മെമ്പർമാരായ CN ശിവദാസ്, CK ഹരിദാസ്, CC അയ്യപ്പൻകുട്ടി, KN ഷീല, ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി KA ഹമീദ്, കോങ്ങാട് നിയോജകമണ്ഡലം പ്രസിഡന്റ് K മുരളികുമാർ, G അനൂപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാലയിൽ സോൾഡാറ്റിയുടെ നേതൃത്വത്തിൽ നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. നീതി നിഷേധത്തിൻ്റെ 17 ആണ്ടുകൾ അനീതിയുടെ തടവറയ്ക്കെതിരെയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. സോൾഡാറ്റ് ജില്ലാ പ്രസിഡന്റ് മുഹസിൻ തൃത്താല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി മുഹ്ലീവ് ഒറ്റപ്പാലം, ഏരിയ പ്രസിഡന്റ് നജീബ് തുടങ്ങിയവർ സംസാരിച്ചു. ലോക റേഡിയോ ദിനത്തിൽ കോട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ റേഡിയോ ക്ലബ്ബ് പ്രവർത്തനം ആരംഭിച്ചു. KD പ്രസന്നൻ MLA ഉദ്ഘാടനം ചെയ്തു. ലോകത്തെല്ലായിടത്തുമുള്ള മനുഷ്യർ, കേരളയിലും അങ്ങനെ ആയിരുന്നു. അത് പരിപൂർണമായി ഇടക്കാലത്ത് പോയി. പക്ഷേ ഇപ്പോൾ പുതിയ ട്രെൻഡ് റേഡിയോൻ്റെ തിരിച്ചുവരവാണ്. അത് പാട്ടുകളിലൂടെ FM റേഡിയോകളിലൂടെ തിരിച്ചു വന്നു തുടങ്ങി. ഇപ്പോൾ മറ്റ് നിരവധി പ്രോഗ്രാമുകൾ റേഡിയോയിലൂടെ ശ്രദ്ധിക്കാൻ, അത് സ്വീകരിക്കാൻ നാട്ടിലെ ആളുകൾ കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക്. വായനശാല സെക്രട്ടറി KA അജേഷ് അധ്യക്ഷത വഹിച്ചു. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആരംഭിക്കുന്ന നൈറ്റ് ക്ലാസിന്റെ ആവശ്യത്തിനും റേഡിയോ കൊട്ടാരപ്പടി പൗരസമിതിയാണ് വായനശാലയ്ക്ക് സമ്മാനിച്ചത്. കൊട്ടാരപ്പടി പൗരസമിതി പ്രസിഡന്റ് ബാബു മാരാമത്ത് മുഖ്യാതിഥിയായി. പഴയകാല വിപ്ലവ പ്രവർത്തനങ്ങളിൽ വാർത്തകൾ അറിയാനും സന്ദേശങ്ങൾ കൈമാറാനും റേഡിയോ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആ ഓർമ്മകളെ പുതുക്കാനും പുതിയ തലമുറയ്ക്ക് റേഡിയോ എന്ന വിനിമയ മാധ്യമത്തെ പരിചയപ്പെടുത്താനുമാണ് റേഡിയോ ക്ലബ്ബ് പ്രവർത്തിക്കുന്നത്. വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KK ഭാസ്കരൻ, K അർച്ചന, A സെറീന, നിഷ സുഭാഷ്, റിനിഷ സുഭാഷ് എന്നിവർ സംസാരിച്ചു. കൊട്ടാരപ്പടി പൗരസമിതി അംഗങ്ങളായ ദിനേശൻ, ജീവനാഥൻ, ശ്രീലേഷ് എന്നിവർ പങ്കെടുത്തു. ഗിരീഷ് മാണിയാട്ട് MLA ഷാൾ അണിയിച്ച് ആദരിച്ചു. വായനശാല പ്രസിഡന്റ് R റിൻസി സ്വാഗതവും ലൈബ്രറിയൻ V ചിത്ര നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഷൊർണൂരിൽ സർഗോത്സവം സംഘടിപ്പിച്ചു. KVR ഹൈസ്കൂളിൽ നടന്ന സർഗോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് നിർവഹിച്ചു. 9 ഇന മത്സരങ്ങളിൽ 105 കുട്ടികളാണ് പങ്കെടുത്തത്. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് ശനിയാഴ്ച ഷൊർണൂർ KVR ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി സർഗോത്സവം സംഘടിപ്പിച്ചത്. രാവിലെ നടന്ന സർഗോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഷൊർണൂർ നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് നിർവഹിച്ചു. വായനോത്സവമായാലും മറ്റു അനുസ്മരണമായാലും ഒക്കെ, പക്ഷെ ഏറ്റവും നല്ല, നമുക്ക് ഏറ്റവും കൂടുതൽ
സന്തോഷം തരുന്നതും സംഘടിപ്പിക്കാൻ ഒരു ആവേശം തരുന്നതുമായ പരിപാടി സർഗോത്സവം എന്നതിലാണ് നമ്മുടെ കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള സർഗവാസനകളെയും പ്രോത്സാഹിപ്പിക്കാനും അതിനെ ഒരു അടിത്തറ പണിത് നൽകുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് കഴിയുന്നത് സർഗോത്സവത്തോടുകൂടിയാണ്. ഈ സർഗോത്സവം ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഇവിടെ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ഷൊർണൂരിന്റെ നേതൃത്വ സമിതി കൺവീനറായിരുന്ന കാലഘട്ടത്തിൽ ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഷാജു അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സന്ധ്യ ടീച്ചർ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ, പ്രശാന്ത് മാസ്റ്റർ, നാരായണൻകുട്ടി, രാജൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ ഇന മത്സരങ്ങൾ നടന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മ അവന്റെ മുഖത്ത് നോക്കി. അപ്പോൾ കണ്ണുകൾ കവിഞ്ഞൊഴുകി. അമ്മ ഈറൻ തോർത്തുകൊണ്ട് കണ്ണുകൾ തുറച്ചു. 7 വ്യക്തിഗത ഇനങ്ങളും 2 ഗ്രൂപ്പ് ഇനങ്ങളുമായി 9 ഇന മത്സരങ്ങളാണ് നടന്നത്. 105 കുട്ടികൾ സർഗോത്സവത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തിരൂർ തുഞ്ചൻ പറമ്പിൽ എഴുത്തച്ഛൻ്റെ പ്രതിമ സ്ഥാപിക്കണമെന്ന് അഖില കേരള എഴുത്തച്ഛൻ സമാജം പരുത്തിപ്പള്ളി ശാഖ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. പരുത്തിപ്പള്ളി ALP സ്കൂളിൽ നടന്ന യോഗത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് ER ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ മാത്രമേ അത് ഈ 5 വിളക്കും ദീപസ്തംഭം വളരെ മഹനീയമായ നമ്മുടെ മഹാന്റെ മുമ്പിൽ കത്തുന്ന ദീപം തെളിഞ്ഞു നിൽക്കുന്ന അതുപോലുള്ള ഒരു സ്ഫടികമായി മാറാൻ ഇനിയും ഒരു കാലതാമസവും വേണ്ട. അതിനുള്ള അടിസ്ഥാനം കൃത്യമായി ഇപ്പോൾ അവിടെ സെക്രട്ടറി വെച്ച റിപ്പോർട്ടിൽ കാണിച്ചു. 7 സെന്റ് ഭൂമി അതൊരു ജന്മന്തിയിൽ മേടിച്ചിടാൻ ഈ ശാഖയുടെ പ്രവർത്തനമായി കഴിഞ്ഞിട്ടില്ല. പക്ഷെ അതിലൊരു മഹനീയമായ മന്ദിരം തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് കുഴപ്പമില്ല, ഇന്നല്ലെങ്കിൽ നാളെ വരും. അപ്പോൾ അതിനൊരു ചിലപ്പോൾ ഇത്രയും കാലം ബാലാലയത്തിലായിരിക്കാം, പ്രതിഷ്ഠിക്കാൻ സമയമെടുക്കുമല്ലോ. അത് നിസ്സാരമായി കാണണ്ട. ശാഖകളിൽ എല്ലാവരും പാടെ കൈകോർത്ത് പിടിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലെങ്കിൽ ശാഖ പ്രസിഡന്റ് TR കണ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് N ശശിധരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് മുരളീധരൻ, ജില്ലാ ട്രഷറർ MC ഗോപാലകൃഷ്ണൻ കുഴൽമന്ദം, ജില്ലാ സെക്രട്ടറി V ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ശാഖാ ട്രഷറർ BS ഗംഗാധരൻ സ്വാഗതവും ശാഖാ സെക്രട്ടറി മുരളീധരൻ നന്ദിയും പറഞ്ഞു. ഫെബ്രുവരി 28 നടക്കുന്ന സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കാൻ തീരുമാനിച്ചു. തുടർന്ന് ശാഖയുടെ പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സ്റ്റേറ്റ് ഭാരത സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് 48ാമത് സംസ്ഥാന ക്ലബ്ബ് ബുൾബുൾ ഉത്സവത്തിന് പാലക്കാട് പാർലി HSSൽ തുടക്കം കുറിച്ചു. ആലത്തൂർ MLA KD പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ ജില്ലകളിൽ നിന്നായി 1000-ലധികം കുട്ടികൾ മേളയുടെ ഭാഗമായി. പാലക്കാട് DEO ആസിഫ് അലിയാർ, സംസ്ഥാന സെക്രട്ടറി പ്രഭാകരൻ, ബാബുജ, ഷീല ജോസഫ്, മാനേജർ സുബ്രഹ്മണ്യൻ, ഗീത, ജ്യോതി തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ലബ്ബ് ബുൾബുൾ വിദ്യാർത്ഥികൾ മനോഹരമായി സ്വാഗതഗാനം ആലപിച്ചു. സ്വാഗതഗാനം രചിച്ച കർണക MN ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൗട്ട് മാസ്റ്റർ ജയചന്ദ്രകുമാറിനെ ആദരിച്ചു. ഈണം നൽകിയത് ലതിക ടീച്ചറാണ്. 13 മുതൽ 15 വരെയാണ് ഉത്സവം. സമാപന സമ്മേളനം കോങ്ങാട് MLA ശാന്തകുമാരി ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നായി 1000-ഓളം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
തകർച്ചയിലായിരുന്ന വാടനാംകുറിശി 7-ാം വാർഡിൽ ഉൾപ്പെട്ട അങ്ങാടിക്കാവ് റോഡിലെ ടാറിംഗ് പ്രവർത്തനങ്ങൾ നടത്തി. പ്രധാന പാതയുടെ ഭാഗത്തുനിന്നും ചോറോട്ടർക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം വരെയുള്ള പ്രധാനപ്പെട്ട തകർച്ച നേരിട്ട ഭാഗങ്ങളാണ് ടാറിംഗ് പ്രവൃത്തികൾ നടത്തിയത്. നേരത്തെ ഏറെ തകർച്ചയിലായിരുന്ന പാത വീതി കൂട്ടിയാണ് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രവൃത്തികൾ പൂർത്തിയായതോടെ പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. വനൌഷി കുഴിയാനംകുന്ന് മൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വർണ്ണാവമായി. വിവിധ ആഘോഷ കമ്മിറ്റികളുടെ വേലകൾ വൈകിട്ടോടുകൂടി ക്ഷേത്രാങ്കണത്തിൽ സംഗമിച്ചു. കുഴിയാനംകുന്ന് മൂലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം വിവിധ പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചതിരിഞ്ഞ് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ വേലകൾ കാവിലേക്ക് പുറപ്പെട്ടു. വാദ്യമേളങ്ങൾ, പൂതൻതിറ, ഇണക്കാളകൾ, വിവിധ കലാരൂപങ്ങൾ, ഗജവീരന്മാർ എന്നിവയോടുകൂടിയുള്ള ആഘോഷങ്ങൾ അവസ്മരണീയമായ കാഴ്ചയൊരുക്കി. ക്ഷേത്രത്തിൽ മേളവും അരങ്ങേറി. കുഴിയാനംകുന്ന് ദേശം, പടിഞ്ഞാറ്റുമുറി ദേശം, പുതിയ റോഡ് കമ്മിറ്റി, തെക്കേക്കുന്ന് തുടങ്ങി വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ആഘോഷങ്ങളാണ് രാത്രിയോടെ ക്ഷേത്രത്തിൽ സംഗമിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാടാശ്ശേരി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം വിവിധ പരിപാടികളോടുകൂടി ഫെബ്രുവരി 15-ന് ആഘോഷിക്കും. രാവിലെ 6 മുതൽ ദീപാരാധന വരെ അഖണ്ഡ നാമജപവും വൈകുന്നേരം 4:30-ന് 1001 കുടം അഭിഷേകവും ചടങ്ങിനോടനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും പ്രൗഢിയുമുള്ള അത്യപൂർവ സ്വയംഭൂ പ്രതിഷ്ഠയാണ് ഇവിടെ. പടിഞ്ഞാറോട്ട് ദർശനം നൽകുന്ന അപൂർവ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് വാടനാംകുറിശി ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രം. ശിവരാത്രിയോടനുബന്ധിച്ച് വിവിധ പരിപാടികളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കാലത്ത് 5:30-ന് നട തുറന്ന് ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങുക. തുടർന്ന് വിശേഷാൽ പൂജകളും വൈകിട്ട് 6 മണിക്ക് ചുറ്റുവിളക്ക്, 6:30-ന് ദീപാരാധന, 7 മണിക്ക് പ്രാദേശിക കലാകാരികൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, തുടർന്ന് അന്നദാനവും നടക്കും. കരിയന്നൂർ മന ബൗത്രാജൻ നമ്പൂതിരിയാണ് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുക എന്ന് ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് MP പ്രകാശ്, സെക്രട്ടറി CV ശ്രീകുമാർ, മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ P മോഹനചന്ദ്രൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ത്രിമൂർത്തികളെ സംഗമസ്ഥാനമായ മുള്ളൂർക്കര ഇരന്തലങ്കോട് ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ 4 മണിക്ക് വാഗച്ചാർത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. രാവിലെ 4 മണിക്ക് വാഗച്ചാർത്ത്, മലർനിവേദ്യം, രുദ്രാഭിഷേകം, നിവേദ്യങ്ങൾ, ഭക്തരുടെ വഴിപാടുകളും അഭിഷേകങ്ങളും ഉച്ചപൂജയും നടക്കും. വൈകിട്ട് 5:30-ന് ഗിരിപ്രദക്ഷിണ സമാരംഭം. തുടർന്ന് മുന്നിയറ പ്രദക്ഷിണവും 108 തവണ കൂട്ടപഞ്ചാക്ഷരി മന്ത്രജപവും മുനിയറയിൽ മഹാനിവേദ്യം പ്രസാദ വിതരണവും നടക്കും. തുടർന്ന് ഇരുനിലങ്കോട് ഭജന സമിതിയുടെ ഭജനയും ഭക്തജനങ്ങളുടെ പഞ്ചാക്ഷരി മന്ത്രജപവും നടക്കും. ക്ഷേത്രം പ്രസിഡന്റ് PS രാഘവൻ, സെക്രട്ടറി MV ദേവദാസൻ, ഖജാൻജി VK ശിവദാസ്, മറ്റ് ക്ഷേത്ര സംരക്ഷണ ഭാരവാഹികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഇനിയും മാറ്റൊലി കാണാം. LDFിൻ്റെ നേതൃത്വത്തിൽ വികസന മുന്നേറ്റ യാത്രയും UDFിൻ്റെ നേതൃത്വത്തിൽ പുതുയുഗ യാത്രയും നടന്നു വരികയാണ്. ഈ യാത്രകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണികൾ നേട്ടം കൊയ്യുമോ? മാറ്റൊലി ലഭിച്ച പ്രതികരണങ്ങൾ നോക്കാം. ഒരു വികസനവും നടത്താത്ത പിണറായി വിജയൻ വികസന മുന്നേറ്റ ജാഥയുമായി പോകുന്നതിലെ പൊള്ളത്തരം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെയല്ല കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവർ നടത്തുന്ന പുതുയുഗ യാത്ര. പുതുയുഗ യാത്രയിൽ അടുത്ത നാളുകളിൽ കേരളത്തിന് എന്താണ് ആവശ്യമുള്ളത് എന്ന് വിവരിച്ചുകൊണ്ടും വിസ്തരിച്ച് പറഞ്ഞുകൊണ്ടുമാണ് പുതുയുഗ യാത്ര മുന്നോട്ട് പോകുന്നത്. പുതുയുഗ യാത്ര സംസ്ഥാനത്ത് സമാപിക്കുമ്പോൾ ഒരു പുതിയ യുഗം തന്നെ പിറവിയെടുക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ UDF ശക്തമായി മുന്നോട്ട് വരുന്നതിന് പുതുയുഗ യാത്ര വളരെ ഉപകാരപ്രദമാകും എന്നുള്ളത് നിസ്സംശയം തന്നെ പറയാവുന്നതാണ്. LDF നടത്തുന്ന വികസന മുന്നേറ്റ യാത്ര ജനങ്ങളുടെ ഇടയിൽ ഉള്ള നേട്ടങ്ങൾ പറയാനല്ല, കോട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണെന്നാണ് എൻ്റെ അഭിപ്രായം. UDF ആവട്ടെ പുതുയുഗ യാത്ര നടത്തുന്നത് അടുത്ത ഭരണമാറ്റത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പാണ്. രണ്ട് മുന്നണികൾ നടത്തുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഈ 10 വർഷത്തെ ഭരണത്തിന്റെ കെടുകാര്യസ്ഥത തുറന്നു കാട്ടിക്കൊണ്ടാണ് VD സതീശൻ
പുതുയുഗ യാത്ര നടത്തുന്നത്. അതേസമയം വികസന മുന്നേറ്റ യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിന്റെ വികസനം എന്ത് മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ജനങ്ങളുടെ അഭിപ്രായമാണ് വിലപ്പെട്ടത് എന്നാണ് എന്റെ വിലയേറിയ അഭിപ്രായം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് വെസ്റ്റ് ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് NDA. പ്രചരണത്തിന് ആരംഭം കുറിച്ചത് കല്ലിപ്പാടം ആറാണിയിൽ ചുമരെഴുത്തുക്കളോടെ. ബൂത്ത് കമ്മിറ്റി രൂപീകരണവും സംഘടനാ തലത്തിലുള്ള സംവിധാനങ്ങളും പൂർത്തിയായി. മത്സരിക്കാനുള്ള ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയതായും NDA വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും P. വേണുഗോപാൽ. മത്സരത്തിൽ കോൺഗ്രസ് അപ്രസക്തമാണെന്നും NDAയും LDFും തമ്മിലാണ് മത്സരമെന്നും നേതാക്കൾ. അമ്പലങ്ങളെയും വിശ്വാസ കേന്ദ്രങ്ങളെയും കൊള്ളയ്ക്കായി ഉപയോഗിക്കുന്ന CPM ശൈലി അവസാനിപ്പിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. ശബരിമല കൊള്ള വിശ്വാസികൾക്ക് ഉണ്ടാക്കിയ മുറിവ് വലുതാണെന്നും ഇതിനു പിന്നാലെയാണ് അയ്യപ്പ സംഗമത്തിൻ്റെ പേരിലുള്ള കൊള്ളയെന്നും വേണുഗോപാൽ. വിമർശിക്കുന്നവരെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നയമാണ് കേരളത്തിൽ തുടരുന്നതെന്നും കേരളത്തിലെ സാംസ്കാരികതയ്ക്ക് ജീർണത സംഭവിച്ചതായും AICC ജനറൽ സെക്രട്ടറി. മാധ്യമങ്ങൾക്ക് മുന്നിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നവർക്ക് മുന്നറിയിപ്പ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക AICC ആണെന്നും വേണുഗോപാൽ. തൃശൂർ പൂരം കലക്കൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിൽ വിശ്വസിക്കുന്നില്ലെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ. പൂരം കലക്കാൻ ദേവസ്വത്തിലെ ചില വ്യക്തികൾ ശ്രമിച്ചതായും ഒന്നാം പ്രതി ആകേണ്ടത് അന്നത്തെ ജില്ലാ കളക്ടറാണെന്നും സുനിൽകുമാർ. പൂരം കലക്കിയതിൻ്റെ ഫലം ആർക്കാണ് ലഭിച്ചതെന്ന് ആലോചിച്ചാൽ മനസ്സിലാകുമെന്നും RSSനും BJPക്കും ഇതിൽ പങ്കുണ്ടെന്നും മുൻമന്ത്രി. പൂരം കലക്കൽ ഉണ്ടായത് പോലീസിൻ്റെ തെറ്റായ പെരുമാറ്റം മൂലമെന്നും ദേവസ്വത്തെ കരിവാരി തേക്കാൻ ശ്രമിക്കുകയാണെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ. ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയവർ തന്നെ നിയമത്തെ അട്ടിമറിച്ചതിൻ്റെ ഫലമാണ് ദളിതർക്കും പിന്നോക്ക വിഭാഗങ്ങൾക്കും ഇന്നും ഭൂമി ലഭിക്കാതിരിക്കാൻ കാരണമെന്ന് SC/ST സംരക്ഷണ മുന്നണി ജനറൽ സെക്രട്ടറി K. മായാണ്ടി. 1970 മുതൽ 1979 വരെയാണ് പട്ടയങ്ങളിൽ തീരുമാനമുണ്ടായതെന്നും അനർഹമായ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നും K. മായാണ്ടി. ദളിത് പിന്നോക്ക വിഭാഗക്കാർക്ക് അർഹതപ്പെട്ട ഭൂമി ലഭിക്കാൻ രണ്ടാം ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരണമെന്നും SC/ST ജനറൽ സെക്രട്ടറി. തൃശൂർ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെട്ട നേപ്പാൾ സ്വദേശി 3 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. യുവാവിനെ പോലീസ് പിടികൂടി തിരികെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ തന്നെ എത്തിച്ചു. നഗരിപ്പുറം പത്തിരിപ്പാല ബൈപ്പാസ് റോഡിന് 3 കോടി ബജറ്റിൽ. K. ശാന്തകുമാരി MLAക്ക് അഭിനന്ദനങ്ങളുമായി നാട്ടുകാർ. നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നതെന്ന് പ്രദേശവാസികൾ. എന്നാൽ പദ്ധതി കടലാസിൽ ഒതുങ്ങരുതെന്നും പ്രവൃത്തി ഉടൻ ആരംഭിക്കണമെന്നും നാട്ടുകാർ. മഹാശിവരാത്രി ആഘോഷങ്ങൾക്കായി ശിവക്ഷേത്രങ്ങൾ ഒരുങ്ങി. ആഘോഷത്തിന്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.